നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങളെ കണ്ടപ്പോൾ മുമ്പോട്ട് വെച്ചത് മലയാള സിനിമ ഇന്ത്യയിൽ ഒരു സ്ക്രീനിലും പ്രദർശിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് PVR പിന്നോട്ട് പോകണമെന്നും മലയാള സിനിമ ഈ വിഷുക്കാലത്ത് സിനിമ അതിൻ്റെ ഏറ്റവും നല്ല ഫേസിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് മലയാള സിനിമ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ക്രീനിലും പ്രദർശിപ്പിക്കണം PVR എന്നൊരു ആവശ്യമാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. അപ്പോൾ അത് സാധ്യമായില്ലെങ്കിൽ, അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ വന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും എന്നാണ് നിങ്ങളോട് അറിയിച്ചത്. അത് നമ്മൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് സമാന്തരമായിട്ട് PVRുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് ശ്രീ MA യൂസഫ് അലിയാണ്. അപ്പോൾ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഒപ്പം അദ്ദേഹം PVRൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട്, ഉടമസ്ഥരുമായിട്ട് സംസാരിച്ച് ആശയ വ്യക്തത വരുത്തേണ്ട ചില സംഗതികളിൽ വ്യക്തത വരുത്തി. അപ്പോൾ പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവർ മുമ്പോട്ട് വെച്ചെങ്കിലും മുഴുവൻ സ്ക്രീനുകളിലും തർക്കമുള്ള ഫോറം മോള്, കോഴിക്കോട്ടെ മിറാഷ് എന്നുള്ള 2 സ്ക്രീനുകളിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയില്ല. ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ MA യൂസഫ് അലിയും നിലപാടെടുത്തത്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു മലയാളിയാണ്, അതിലഭിമാനിക്കുന്ന ആളാണ്, ഇത് വിഷുക്കാലമാണ്, തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദമായി PVR മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് PVR അവരുടെ തീരുമാനം അറിയിച്ചു. ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും, ഈ 2 സ്ക്രീനുകൾ ഒഴിച്ച്, 2 സെൻറ്ററുകൾ ഒഴിച്ചുള്ള എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീണ്ടും അവർ തുറന്നു കൊടുക്കുകയാണ്. തർക്കമുള്ള 2 സ്ക്രീനിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തി തർക്കപരിഹാരം കണ്ടെത്തും. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും അവർ മലയാള സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവിൻ്റെ തലേ ദിവസം, ഈ ഈവനിങ്, ഈ ഒരു സായാഹ്നത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സന്തോഷം കാണുമ്പോഴാണ്. ബ്ലെസ്സിയുണ്ട്, അൻവറുണ്ട്, വിശാഖുണ്ട്, ഇവിടെ സൗബിനുണ്ട്, വിനീതിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, രഞ്ജിത്ത് ശങ്കറിനോടും ഒക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ഈ സഹപ്രവർത്തകർ, അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും വിഷമവുമുള്ള ഒരു സമയത്ത് ആ ഒരു വിഷമഘട്ടം മറികടക്കാൻ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്കായി, ഒപ്പം ശ്രീ MA യൂസഫ് അലിയെ പോലുള്ള ഒരു വ്യവസായി, ശരി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്റ്റേക്കുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയാള സിനിമയുടെ മുഴുവൻ വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള തീരാത്ത നന്ദിയും സ്നേഹവും ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും വലിയ നന്ദി. കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെയും ദേശീയ മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ പത്രസമ്മേളനവും ഞങ്ങളുടെ ആകുലതകളും നിങ്ങൾ ഫലപ്രദമായി റിപ്പോർട്ട് ചെയ്യുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. നിങ്ങളോടും ഞങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. എല്ലാവർക്കും വിഷു ആശംസകൾ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതാവാം. ബ്ലെസ്സിയും 2 വാക്ക് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് പറയണം, രാവിലെ പറഞ്ഞത് മാത്രം പോരല്ലോ, ഇപ്പോൾ സന്തോഷം വരുമ്പോഴും പറയണ്ടേ. നമസ്കാരം. വളരെ പെട്ടെന്നുള്ള ഒരു ഫെഫ്കയുടെ ഒരു ഇടപെടൽ, അതിനോടുള്ള ഒരു അഭിമാനത്തോടുകൂടിയുള്ളൊരു നന്ദിയും സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണിയോടും രഞ്ജിയോടും സിബ്സാറിനോടും ഒക്കെ ഉള്ളത്. കാരണം അത്രയുള്ളൊരു ശക്തമായൊരു ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചത്. ഒരു സംഘടനാ തലത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം ഞങ്ങളും അതുതന്നെയായിരുന്നു. സംഘടനകളോടുള്ള ഒരു സമീപനം കൊണ്ടായിരുന്നു ഞങ്ങളും സംഘടന പറയുന്ന തരത്തിൽ സിനിമ അല്ലെങ്കിൽ മറ്റ് പ്രദർശനങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. എന്താണേലും മലയാള സിനിമയ്ക്ക് ഒരു ശക്തമായ
ഒരു ഇടപെടലുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള കരുത്തുള്ള കരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും വിഷു ആശംസകൾ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം. ഞങ്ങളുടെ തൊഴിൽദാതാക്കൾ, നിർമ്മാതാക്കളുടെ സംഘടന തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ പൊതു താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത്. ആ നിലപാട് ആണ് ഇത്തരത്തിലുള്ളൊരു തർക്കത്തിന് വഴിതെളിച്ചത്. അതിനകത്ത് വേറെ സ്ഥാപിത താല്പര്യങ്ങളില്ല. ഇൻഡസ്ട്രിയുടെ വിശാലമായ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, സംരക്ഷിക്കാനാണ് അവർ ആ നിലപാടെടുത്തത്. അപ്പോൾ അവർക്കും ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനകത്തൊരു ഫലപ്രാപ്തി കിട്ടി എന്നുള്ളതും ഞങ്ങളെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. അവർ ആ നിലപാടിൽ തന്നെ തുടരുകയും ശേഷിക്കുന്ന 2 സെൻറ്ററുകളിലുള്ള തർക്കം അവരുടെ താല്പര്യങ്ങൾ തെല്ലുപോലും കോംപ്രമൈസ് ചെയ്യാതെ അവർ അത് പരിഹരിക്കുമെന്നുള്ളതും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സിനിമ എന്ന വ്യവസായം അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംഘടനയ്ക്കിടയിൽ നടക്കുന്നത് ഏറ്റവും ശുഭോദർക്കമാണ്. അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അൻവർ ഇല്ലെങ്കിലും പറയൂ. അൻവർ അല്ല, ഇപ്പൊ തർക്കമുള്ളത് 2 സെന്ററിലാണ്. ബാക്കിയുള്ളത് അവര് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയതാണ്. ബാക്കിയുള്ളിടത്തൊക്കെ മലയാള സിനിമ നിർത്തിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. പിന്നുള്ളത് ഈ 2 സെന്ററല്ലേ. അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരും തമ്മിലൊരു കാലാവധി ഇപ്പോൾ വെച്ചിട്ടുണ്ട്, 1 ആഴ്ച എന്നാണ് ഞാൻ കേട്ടത്. 1 ആഴ്ചക്കുള്ളിൽ അത് നിരന്തരമായ ചർച്ചകളിലൂടെ അതും പരിഹരിക്കപ്പെടും. അതിനകത്ത് ഫോറമോൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് കൂടുതൽ വ്യക്തത അവർ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു തർക്കം നിൽക്കുന്നത് കോഴിക്കോട് പ്രോപ്പർട്ടിയാണ്. അതും പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. അതും മാത്രമാണ് പ്രശ്നം. ഈ കാര്യം അതാണ് ഇതിനകത്തെ പ്രശ്നവും അത് തന്നെയാണ്. കാരണം പ്രശ്നം എന്നുള്ളത് 2 സ്ഥലത്താണ്. പക്ഷേ അതിന്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ ഉള്ള സ്ക്രീനുകളിൽ മലയാള സിനിമ നിർത്തിവെക്കപ്പെട്ടു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അല്ല, ഇപ്പോൾ ഒരു നഷ്ടപരിഹാരം എന്നുള്ളത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നീണ്ടുകാണെങ്കിലുള്ള സംഗതിയാണല്ലോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട ആളുകളുടെ സ്നേഹവും ഞങ്ങൾ മാനിക്കണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാധാനമുള്ള കാര്യമാണ്. ഏതായാലും ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയ് ഗണേശുമൊക്കെ വിഷുക്കാലത്ത് ആളുകളിലേക്ക് എത്തുന്നു. കൂടുതൽ കരുത്തോടെ ആടുജീവിതവും ആളുകളിലേക്ക് എത്തുന്നു. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. അത് നിങ്ങൾ ഒന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരിപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടല്ലോ. എന്തായാലും അവരാണ് അതിലെ കൂടുതൽ ഉത്തരം പറയാൻ പ്രാപ്തരായിട്ടുള്ളവർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇത് ഇവിടെ അവസാനിക്കുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും PVR ആയിട്ടുള്ള ചർച്ചകളാണ്. അതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ ഒരു എന്താ പറയേണ്ടത്, ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ, അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കേപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പാണ് അവരുടേത്. അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ സന്തോഷം, എല്ലാവർക്കും ഹാപ്പി. അല്ല, ഞങ്ങൾ ഉയർത്തിയ കോർ ഇഷ്യൂ അതല്ല. VPF എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂ ആണ്. ഞങ്ങളുടെ ഇഷ്യൂ മലയാള സിനിമയാണ്. മലയാള സിനിമ തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനെയാണ് ഞങ്ങൾ കോർ ഇഷ്യൂ ആയിട്ട് അഡ്രസ്സ് ചെയ്തത്. അത് പരിഹരിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. അതെ, അത് അവർ 1 ആഴ്ചക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അത് അവർ പരിഹരിക്കട്ടെ. ഇമ്മീഡിയറ്റ് ബാൻ ഇല്ല ഇതിനകത്ത് ബാനില്ല. കാരണം അവരൊരു സ്ട്രാറ്റജിക്, ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം അവരുടേത്. ബാക്കിയിടത്ത് ഞങ്ങൾ കളിക്കുന്നില്ല, ഇത് പരിഹരിക്കും. അപ്പോൾ അത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ വികാരം അവർ ഉൾക്കൊണ്ടു. അവരത് ലിഫ്റ്റ് ചെയ്തു. അവർ മറ്റ് വിഷയങ്ങളിലെ ചർച്ച 1 ആഴ്ചക്കുള്ളിൽ പരിഹരിക്കപ്പെടാവുന്നതാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും PVRനും ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണല്ലോ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പരിഹരിക്കപ്പെടും. ഞങ്ങൾ ആ കാര്യത്തിനകത്ത് വലിയ ചെയർമാനെ കൂടെ ലൈനിൽ നിർത്തിക്കൊണ്ടാണ് യൂസഫ് അലി
ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളെ കാണാൻ ഞാൻ വരുന്നതിന് മുമ്പും അദ്ദേഹം PVRന്റെ പ്രൊമോട്ടറെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. എല്ലാ തിയേറ്ററുകളും സിനിമ തുടങ്ങിക്കഴിഞ്ഞു. അത് ഓപ്പണാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോട് അടുപ്പിച്ചാണ് നിങ്ങളെ കാണുന്നത്. ഏതാണ്ട് 5 മണിക്കൂറിനകം ഞങ്ങൾക്ക് അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താനായി. അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയുന്നില്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് അത് സാധ്യമായി. നിങ്ങളും, അപ്പോൾ നിങ്ങളോടും ആ നന്ദിയും സ്നേഹവും പറയും. ഷോ ഓപ്പണായി പറഞ്ഞു, സിവി സാർ പറഞ്ഞു, ഷോ ഓപ്പണായി. ഇത് ബ്ലസ്സി പറയുന്നത് സന്തോഷത്തോടെ. ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ മെമ്പേഴ്സാണ്. ഇവരെല്ലാവരും ബ്ലസ്സി ആയാലും അൻവർ ആയാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ മെമ്പേഴ്സാണ്. അതാണ് ഞങ്ങളുടെ ഇതിനകത്തുള്ള പ്രത്യേകമായ താല്പര്യം. പിന്നെ ഞങ്ങൾക്ക് അതിനുപരി ഇത് എക്സിക്യൂട്ട് ചെയ്ത ഇത് ആരുടെ സൃഷ്ടിയാണ്? ഇതിനകത്ത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സാണ്. എഴുതിയവര് ഞങ്ങളുടെ മെമ്പേഴ്സാണ്. അപ്പൊ അവര് പണം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ സിനിമ ചെയ്യുന്നത്. ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത്. അവർക്ക് ഈ വിഷുക്കാലത്ത് അവരുടെ പാടുപെട്ടുണ്ടാക്കിയ സിനിമ ആളുകളിലേക്ക് എത്തുന്നു, ആളുകളെ ആഹ്ലാദിപ്പിക്കാൻ കഴിയും എന്ന് അവർക്ക് തോന്നലിലാണല്ലോ അവരുടെ വിഷു എന്ന് പറയുന്നത്. അതിന് വലിയ സന്തോഷമുണ്ട്. പരിഹരിക്കും, യാതൊരു സംശയമില്ല. ശരി, താങ്ക് യു സോ മച്ച്.